ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷൻ ആക്കിയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് വേണമെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിൽക്കാം, അവർക്ക് അത്ര നിർബന്ധമൊന്നുമില്ല, നമ്മുടെയാണ് ആവശ്യം, അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് സാക്രിഫൈസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊരു ആറ്റിറ്റ്യൂഡിലൊക്കെയാണ് നിങ്ങളെ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ, നിങ്ങളുടെ ടൈം മാറ്ററാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ എങ്ങനെയാണ് അവരോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടപഴകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങളും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമതായി, ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ അവരുടെ പുറകെ പോയി ചോദ്യം ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് പറയുന്ന ഒരു രീതി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇത്തരത്തിൽ ഒരുമിച്ച് പ്ലാൻ ചെയ്യുകയും അത് നടത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നും വരുന്നില്ല, എപ്പോഴും ലാസ്റ്റ് മിനിറ്റിൽ അത് ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമും മാറ്ററാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ പുറകെ പോവുകയോ, അല്ലെങ്കിൽ ഞാനത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് അവിടെ പോകുമായിരുന്നു, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്തത് അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. പകരം ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ടൈം നോക്കാം, അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം പ്ലാൻ ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും അത് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ അത് ക്യാൻസൽ ചെയ്യാമെങ്കിൽ നിങ്ങൾക്കും അത് അത്ര വലിയ പ്രശ്നമല്ല എന്ന ആറ്റിറ്റ്യൂഡിൽ തന്നെ മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ എസ്പെഷ്യലി നിങ്ങളൊരു ഓപ്ഷൻ എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ രീതിയിലായിരിക്കണം റിപ്ലൈ കൊടുക്കേണ്ടത്. 2, നിങ്ങളോട് താല്പര്യമില്ലാതെയാണ് ആ വ്യക്തി സംസാരിക്കുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എൻകറേജ് ചെയ്യാതിരിക്കുക. അതായത് അതേ രീതിയിൽ തന്നെ തിരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. അതായത് മിററിങ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ചുരുക്കം. അവർ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടൈം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് അവിടെ വേസ്റ്റ് ആവുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ എൻകറേജ് ചെയ്യാതിരിക്കുക. അവർക്ക് താല്പര്യമില്ലാതെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞാൽ അവരോട് ഓപ്പണായി അത് തുറന്ന് പറയുക. ബിസി അല്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ നീ ഓക്കെ ആവുന്ന സമയത്ത് ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് മാറിപ്പോവുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ടൈമിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളോട് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവിങ് ആയ രീതിയിലല്ല അവർ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും ലീവ് ചെയ്യാനുള്ള ഒരു കറേജ് ഉണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി സംസാരിക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് എൻകറേജ് ചെയ്യുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യുക. 3, ഒരു വ്യക്തി നിങ്ങളെ ഓപ്ഷൻ ആയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും തീർച്ചയായും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് മിക്സഡ് സിഗ്നൽസ് ആണ് തരുക എന്നുള്ളത്. അതായത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമാണ്, ചില സമയങ്ങളിൽ വളരെയധികം സ്നേഹമുണ്ട് എന്ന രീതിയിലായിരിക്കും പെരുമാറുന്നത്, ചില സമയങ്ങളിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഇല്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്ന രീതിയിലൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നോ ഇത്തരത്തിലൊരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലായിരിക്കും സംസാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും. സോ ഇങ്ങനെ ഒരു മിക്സഡ് സിഗ്നലാണ് അവരുടെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും എൻകറേജ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഒരു പക്ഷേ ഇത്തരത്തിൽ മിക്സഡ് സിഗ്നൽസ് റിസീവ് ചെയ്യുന്ന സമയത്ത് ഓവർ തിങ്ക്ഡ് ആവാം, അല്ലെങ്കിൽ അവരോട് ഓവർ ഷെയർ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഇമോഷൻസ് ആയിരിക്കാം നിങ്ങൾ ഓവർ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് സംശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം അവരോട് നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ ഇങ്ങനെ ഈ 2 കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ് എന്താണ് എന്നുള്ളത് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ
മിക്സഡ് സിഗ്നൽസ് കണ്ടിന്യൂസ് ആയി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലാരിറ്റി ഉണ്ട്. സോ വീണ്ടും വീണ്ടും അതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പുറകെ ചേസ് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതും സ്റ്റോപ്പ് ചെയ്യുക. പകരം നിങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ടൈം ആണെങ്കിലും എനർജി ആണെങ്കിലും അതിൽ നിന്നും നിങ്ങൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് നിങ്ങളെ ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടും. ബിക്കോസ് നിങ്ങൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും നിങ്ങൾ എൻകറേജ് ചെയ്യാതിരിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടേതായിട്ടുള്ള വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾ ഡിസേർവിംഗ് ആയ രീതിയിലല്ല റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങൾ എന്നുള്ളത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് കൂടി കിട്ടുകയാണ്. സോ നിങ്ങൾ ചേസ് ചെയ്യാതെ നിങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡിൽ കൃത്യമായി നിൽക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളോടുള്ള അട്രാക്ഷൻ കൂടും. ബിക്കോസ് ആ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. സോ മിക്സഡ് സിഗ്നൽസ് ആണ് റിസീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് എൻകറേജ് ചെയ്യാതെ മൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. 4, സ്ഥിരതയില്ലാതെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും കൂടുതലായിട്ട് എൻ്റർടൈൻ ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, 1-2 ദിവസം കഴിഞ്ഞ് വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു റീസൺ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരുന്നു, എവിടെയായിരുന്നു, ഇങ്ങനെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം സംസാരിക്കുകയും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുകയും അങ്ങനെയാണ് അവരുടെ സംസാരം എന്നുണ്ടെങ്കിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. അവർ മെസ്സേജ് അയക്കുമ്പോഴേക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുക, അല്ലെങ്കിൽ 2 ദിവസം കാണാത്തത് കൊണ്ട് സംസാരിക്കാത്തത് കൊണ്ട് ഒരുപാട് വിഷമിച്ചു എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സൈഡ് മുഴുവൻ ഓവർ ഷെയർ ചെയ്യുന്ന ഒരു രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. സോ ഗോസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ള റിലേഷൻഷിപ്പാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, ആ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. ഫൈനലി, അവർ റിലേഷൻഷിപ്പിലാണോ ചോദിക്കുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ ആണ് എന്നാണ് ഉത്തരം പറയുന്നത്. എന്നാൽ അവരുടെ ആക്ഷൻസ് അതിന് നേരെ എഗെയിൻസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് നിർത്തുക. ഒരു പക്ഷേ ചില സമയങ്ങളിലൊക്കെ നിങ്ങളോട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, റിലേഷൻഷിപ്പിലാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന പോലും ഉണ്ടായിരിക്കില്ല. സോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഒരു മൂഢസ്വപ്നത്തിൽ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാതെ വീണ്ടും അതേ കാര്യങ്ങൾ തന്നെ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും നിങ്ങൾ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്ന സമയത്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് നിങ്ങളുടെ ടൈം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിങ്ങളുടെ എനർജി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹെൽത്തി ആയ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. സോ നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഈസിയായി മാനിഫെസ്റ്റ് ചെയ്യാനും സാധിക്കും. സോ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ താല്പര്യക്കുറവ് കാണിക്കുന്നു, സോഷ്യൽ മീഡിയസിലെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു, പ്രത്യേകം കാരണമൊന്നും പറയാതെ വിട്ടുപോയി, ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയ ഏതെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ കൂടുതൽ അറിയുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്